സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അത് ഞാൻ വേറെ സ്കൂളിൽ നിന്ന് സ്കൂൾ മാറി ഇങ്ങോട്ട് വന്നു, നാഷണലിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഉണ്ടായി. അപ്പം അമ്മയ്ക്ക് ഇവളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, പറഞ്ഞു നല്ലൊരു കൊച്ച് നോക്കി. അന്ന് പാവക്കുട്ടിയുടെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു കാണാൻ. അപ്പോൾ അന്ന് നോക്കി. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു. 10ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി, ഞങ്ങൾ ഒരു ഗ്യാങ്ങൊക്കെ ആയി. പിന്നെ അവിടെ ഞങ്ങൾ 2 പേര് സ്കൂൾ മാറിപ്പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു. പക്ഷേ ആൾക്ക് പെട്ടെന്ന് അതൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സ്കൂൾ മാറിപ്പോയി. +1 എത്തിയപ്പോഴാണ് അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലായത് 2 പേർക്കും കാണാതിരിക്കാൻ പറ്റില്ല അല്ലേ. സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരാൻ ഇച്ചിരി സമയം. പേടിപ്പിക്കല്ലേ, പയ്യെ വിളിച്ചോണ്ടിരിക്കല്ലേ. അതാ ഞാൻ മനസ്സിലാക്കാം. ഒരു അരമണിക്കൂർ കൂടെ ഉറങ്ങിയിട്ട് പൊക്കോളാൻ. അവൾ നല്ല ആക്റ്റീവാണ്. ആരെടുത്തും എങ്ങനെയും പെരുമാറാനില്ല. എല്ലാവർക്കും എവിടെ ചെന്നാലും അവളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അമ്പലത്തിൽ ചെന്നാലും ഇപ്പോൾ പറയും എന്തായാലും അവളെ കല്യാണത്തിൽ ഞങ്ങൾ പങ്കെടുക്കും. എല്ലാവരും ഇപ്പം അവളെ പറ്റി ഒരു നല്ല അഭിപ്രായമാണ്. നമുക്കറിയില്ല. ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ, ഞാൻ ശരിയാക്കി. കറക്റ്റ് സാരി ആൾക്ക് കറക്റ്റ് മാച്ചായിരുന്നു, സ്യൂട്ടായിരുന്നു. ആ ഒരു ഡ്രസ്സിൽ പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ പൊതുവെ സാരി ഉടുക്കത്തുമില്ല, അതുപോലെ ഓർണമെന്റ്സ് ഒട്ടും താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അമ്പലത്തേക്ക് വന്നപ്പോൾ കണ്ട സീൻ എന്ന് പറയുമ്പോൾ ആളെ ഞാൻ ഇങ്ങനൊരു ട്രഡീഷണൽ വെയറിൽ ഇതുവരെയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഭയങ്കര സന്തോഷമായി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല ഓസമായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. +1 ഇങ്ങനെ കോമൺ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ അപ്പോഴും ഇഷ്ടമാണെന്നല്ല ഞാൻ പറഞ്ഞ്, അൺബ്ലോക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു നമുക്ക് നോക്കാം, ആദ്യം പഠിച്ചൊരു ജോലി മേടിക്കുക, ആദ്യം സെറ്റിലാവും, വീട്ടിൽ വന്ന് നമുക്ക് നോക്കാം, അത് കഴിഞ്ഞ് പാരൻസ് എന്ത് പറയുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് അധികം വൈകാതെ ഞാൻ പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അധിക ആൾക്കാരൊന്നും സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റിലാവാനോ പറ്റാറില്ല. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം തോന്നുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ സെറ്റിലാവാനും പറ്റി. അതുപോലെ തന്നെ ഇത് വീട്ടുകാരുടെ അനുഗ്രഹത്തോടു കൂടി കല്യാണം. ആൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പെണ്ണ് കണ്ടു ഒഫീഷ്യലി. വീട്ടുകാർ പിന്നെ ഓക്കെ പറഞ്ഞു. जीवन हेतुना कंठे बध्नामि शुभगे त्वं जीव शरदां शतं माङ्गल्यं तन्तुनानेन मम जीवन हेतुना कंठे बध्नामि शुभगे त्वं जीव शरदां शतं पवनज स्तुति पात्र पावन चरित्र पवनज स्तुति पात्र पावन चरित्र
ലവ് കം അറേഞ്ച്ഡ് ആണല്ലോ. അപ്പോൾ സുരഭി, അതായത് ഞങ്ങളുടെ ഉണ്ണിമായ, ഒരു പുതിയ ജീവിതത്തിൽ കിടക്കണമല്ലോ കരൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റേതായ എല്ലാ വിശ്വാസം, എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നേരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ്. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. ഭയങ്കര സന്തോഷമുണ്ട് അവര് തമ്മിൽ ഒരുമിച്ചാല്. എത്ര നാള് നീണ്ടു ഇവിടം വരെ എത്തുന്നത് ഞങ്ങൾ വിചാരിച്ചില്ല, പക്ഷെ ഇവിടെ എത്തി. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ കര സുരഭി ഹാപ്പി മാരീഡ് ലൈഫ്.